എല്ലാവർക്കും ഗുരുദേവൻ്റെ 171ാമത് തിരുജയന്തി ആശംസകൾ. ഒപ്പം തന്നെ എല്ലാവർക്കും ഒരു ഓണാശംസകളും നേരുന്നു. ഡോംബിവലിയിൽ ഇങ്ങനെ ഒരു ചടങ്ങിൽ ഞാൻ ആദ്യമായാണ് പങ്കെടുക്കുന്നത്. ആദ്യമായി തന്നെ എന്നെ ഇവിടെ ക്ഷണിച്ച ഇതിൻ്റെ ശാഖാ പ്രസിഡന്റ് ശ്രീ സജീവിനും ശ്രീ ടി.കെ. വാസു അവർകൾക്കും ഒപ്പം തന്നെ എൻ്റെ സഹോദരൻ ശ്രീ ബിജുകുമാർ അവർകൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഡോംബിവലി കഴിഞ്ഞ ഒരു 41 വർഷമായിട്ട് ഞാൻ ബോംബെയിൽ താമസിക്കുന്നതാണ്. ഡോംബിവലിയുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ വളരെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ബോംബെ കേരളീയ സമാജത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് കുറേ കാലം സേവനം അനുഷ്ഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവിടെയുള്ള പലരുമായിട്ടും വളരെ ഇടപഴകി ബന്ധപ്പെടാനും ഒപ്പം തന്നെ ശ്രീനാരായണ മന്ദിരസമിതിയുമായിട്ട് വർഷക്കാലം പ്രവർത്തിക്കാനുള്ള ഭാഗ്യവും ഉണ്ടായി. അങ്ങനെ എനിക്ക് ഇവിടെ ഉള്ളവരാരും അപരിചിതരല്ല, എല്ലാവരും എനിക്ക് പരിചയക്കാർ തന്നെയാണ്. പിന്നെ എൻ്റെ കുറേയേറെ ബന്ധുക്കൾ ഇവിടെ ഉണ്ട്. എല്ലാവരെയും ഈ ചതയദിനത്തിൽ കാണാൻ സാധിച്ചതിൽ വളരെ ഏറെ സന്തോഷമുണ്ട്. ഇന്ന് ലോകമെമ്പാടുമുള്ള എല്ലാ ഗുരുദേവ ഭക്തരും ഗുരുദേവൻ്റെ 171ാമത് ജയന്തി ആഘോഷിക്കുകയാണ്. ഇന്ന് രാവിലെ ശിവഗിരി മഠത്തിൽ ബഹുമാനപ്പെട്ട കേരള ഗവർണർ പങ്കെടുക്കുന്ന ജയന്തി ആഘോഷങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഇവിടുത്തെ ക്ഷണം നേരത്തെ കിട്ടിയതുകൊണ്ട് ബോംബെയിൽ വിട്ടിട്ട് നാട്ടിലേക്ക് പോകണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഇവിടെ തന്നെ വരാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഒപ്പം തന്നെ ഇന്ന് വൈകുന്നേരത്ത് ചെമ്പഴന്തി ഗുരുകുലത്തിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജയന്തി സമ്മേളനവും നടക്കുന്നുണ്ട്. അതുമാതിരി തന്നെ ഇന്ന് വൈകുന്നേരത്ത് നെറൂളിൽ ശ്രീനാരായണ മന്ദിരസമിതിയുടെ പ്രോഗ്രാമുകൾ, ജയന്തി ആഘോഷങ്ങളുണ്ട്. എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു ദിവസമാണ്. പ്രകൃതി പോലും ഇന്ന് കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. കാര്യം ഇന്ന് രാവിലെ മുതൽ മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥ, ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങുന്നുണ്ട്. ഗുരുദേവനെ കുറിച്ചിട്ട് പ്രസിഡന്റ് വളരെ കാര്യമായിട്ട് ഇവിടെ പ്രസംഗിച്ചു. അപ്പം ഗുരുദേവൻ്റെ ചരിത്രത്തിലേക്കോ ഒന്നും ഞാൻ കൂടുതൽ കടക്കുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ, ഗുരുദേവൻ്റെ ദർശനത്തിൻ്റെ ആനുകാലിക പ്രസക്തി ഏത് വീക്ഷണത്തിലും മാനത്തിലും നോക്കിയാലും നിത്യനൂതന പ്രസക്തി കൊണ്ട് ധന്യമാണ് ഗുരുദേവൻ്റെ ദർശനവും ഗുരുദേവൻ്റെ ജീവിതവും. അനാചാരത്തിലും അന്ധകാരത്തിലും കഴിഞ്ഞ ഒരു ജനവിഭാഗത്തെ പുരോഗതിയുടെയും കലാ സാംസ്കാരിക രംഗത്തേക്ക് നയിച്ച ഗുരു ഭൗതിക പുരോഗതിയോടൊപ്പം തന്നെ ആത്മീയ ഉന്നമനത്തിനായും ഗുരു പ്രയത്നിച്ചു. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അരുവിപ്പുറത്ത് വെച്ച് സ്ഥാപിച്ചതും 1928 ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചതുമൊക്കെ. ഒരു സ്വാമി വിവേകാനന്ദൻ 18ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അന്നത്തെ കേരളം സന്ദർശിച്ചിട്ട് കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ വെറും 100 വർഷങ്ങൾ കൊണ്ട് ഒരു രക്തരഹിത വിപ്ലവത്തിലൂടെ കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി മാറ്റിയത് ഗുരുദേവൻ്റെ മാത്രം ആ ഒരു കൃത്യനിർവഹണത്തിൻ്റെ മകുടോദാഹരണമാണ്. പക്ഷേ ഇന്ന് നാം നോക്കുമ്പോൾ ശരിക്കും ആ കേരളത്തിൻ്റെ സ്വന്തം നാടെന്ന് നമ്മൾ അഭിമാനിക്കുന്ന വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കകത്തും മുന്നോട്ട് നിൽക്കുന്ന ഈ കേരളം, അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യ, വീണ്ടും ഒരു ഭ്രാന്താലയത്തിലേക്കുള്ള മടക്കയാത്ര അല്ലയോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ശരിക്കും ഗുരുദേവൻ്റെ ഒരു പുനരവതാരമാണ് നമുക്ക് ഇപ്പോൾ ആവശ്യം. പക്ഷേ അത് എത്രത്തോളം സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച്, പക്ഷേ അതിനൊക്കെയായി ഗുരുദേവൻ തന്നിട്ട് പോയിട്ടുള്ള ഗുരുദേവൻ്റെ ദർശനവും ഗുരുദേവൻ്റെ സന്ദർശനങ്ങളും സന്ദേശങ്ങളും
നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് നമ്മൾ ഓരോരുത്തരും ഇവിടെ കൂടിയിരിക്കുന്നവരും ലോകത്തിലുള്ള കോടിക്കണക്കിന് വരുന്ന ശ്രീനാരായണ ഭക്തരും അത് അറ്റ്ലീസ്റ്റ് ഒരു 10 ആൾക്കാർക്കെങ്കിലേക്കും പകർന്നു നൽകിയാൽ തന്നെ നമുക്ക് ഗുരുദേവനെ വീണ്ടും പുനർജനിപ്പിക്കാൻ സാധിക്കും. അത് ഇന്ന് ലോകം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവനും സംഘർഷ കലുഷിതമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നോക്കിയാൽ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം, റഷ്യൻ ഉക്രൈൻ യുദ്ധം, നേരത്തെ ഉണ്ടായിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരെ എത്തിയില്ലെങ്കിൽ പോലും ഉണ്ടായിരുന്ന സംഘർഷങ്ങൾ, മധ്യപൂർവേഷ്യയിൽ നടക്കുന്ന സംഘർഷങ്ങൾ, ഇടയ്ക്ക് ഇസ്രയേലിനെ ഇറാൻ അറ്റാക്ക് ചെയ്തത്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും. കാര്യം ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 156 രാജ്യങ്ങളിൽ നടത്തിയ ഒരു സർവേയിൽ 56% രാജ്യങ്ങളിലും ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും അതിർത്തിയുടെയും പേരിലൊക്കെ ഇന്ന് പ്രശ്നങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പ്രശ്നം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തമ്മിലുള്ള വ്യത്യാസം, ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ പേരിലുള്ള പ്രശ്നങ്ങൾ അതിനെല്ലാം കാരണം. ഞാനൊരു ചെറിയ ഒരു കാര്യത്തിലേക്ക് കടക്കുവാണ്. നിങ്ങളെല്ലാവരും ഗ്യാരി ഡേവിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗുരുദേവൻ്റെ ശിഷ്യനെ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ട്. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ്റെ അനുയായി ആയിരുന്ന ഗ്യാരി ഡേവിസിനെ കുറിച്ച് കേട്ടിട്ടുള്ള കുറച്ചു പേരെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കും. അദ്ദേഹം 2ാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്കൻ ഫൈറ്റർ പൈലറ്റ് ആയിരുന്നു. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഗ്യാരി ഡേവിസിനെ കുറിച്ച്? കേട്ടിട്ടുള്ളവരൊന്ന് കൈവെക്കാമോ? അപ്പം അമേരിക്കൻ ഫൈറ്റർ പൈലറ്റ് ആയിരുന്ന അദ്ദേഹമാണ് 2ാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മനിയുടെ മുകളിൽ ബോംബ് വർഷിച്ചത്. പല ചരിത്രകാരന്മാരും പ്രഭാഷകരും ഒക്കെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ചത് ഗ്യാരി ഡേവിസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും ഗുരു നിത്യചൈതന്യതിയും നടരാജ ഗുരുവിൻ്റെയൊക്കെ ജീവചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ജർമ്മനിയാണെന്ന് നമുക്ക് മനസ്സിലാവും. ജർമ്മനിയിലെ 2ാം ലോക മഹായുദ്ധ സമയത്ത് ഗ്യാരി ഡേവിഡ് ബോംബ് വർഷിച്ചിട്ട് നിരവധി ജനങ്ങളാണ് മരിച്ചത്. അമ്മമാരും കുട്ടികളും ഉൾപ്പെടുന്ന പല ആൾക്കാർക്കും ജീവൻ നഷ്ടപ്പെട്ട്. അപ്പോൾ ബൈനോക്കുലറിൽ കൂടി അദ്ദേഹം ഈ ബോംബ് വർഷിച്ചതിന് ശേഷം നോക്കിയപ്പോൾ ഉണ്ടായിരുന്ന ഭീതിതമായ സ്ഥിതി, കാര്യം കുട്ടികൾക്കും അമ്മമാർക്കും ഒക്കെ ജീവൻ നഷ്ടമാകുന്നത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെയേറെ വേദനിച്ചു. ഞാൻ ഇത്രയും ക്രൂരമായ ഒരു കൃത്യമാണല്ലോ ചെയ്തത്. അങ്ങനെ വന്നിട്ട് അദ്ദേഹം അമേരിക്കൻ ആർമിയോട് പറഞ്ഞ് ഇനി ഞാൻ ഈ ഫൈറ്റർ പ്ലെയിൻ ഓടിക്കാൻ ഞാനില്ല, ഞാൻ ജോലി രാജിവെക്കുവാണ്, എനിക്കിനി ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അനന്തരഫലം അറിയാലോ, ഒരു മിലിറ്ററി സർവീസിലിരിക്കുന്ന ഒരാൾ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ തുറങ്കലിലടച്ചു. കുറേ നാളുകളോളം അദ്ദേഹം ജയിലിൽ കിടന്നു. യുദ്ധം അവസാനിപ്പിച്ചു. യുദ്ധം അവസാനിച്ചിട്ട് അദ്ദേഹം മോചിതനായി. മോചിതനായതിനു ശേഷം അദ്ദേഹം അന്ന് പാരീസിലാണുള്ളത്. ഫ്രാൻസിലെ പാരീസിൻ്റെ തലസ്ഥാനമായ പാരീസിലെ അമേരിക്കൻ എംബസിയിൽ പോയിട്ട് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് അദ്ദേഹം സറണ്ടർ ചെയ്തു. അമേരിക്കൻ സിറ്റിസൺഷിപ്പ് സറണ്ടർ ചെയ്തിട്ട് പറഞ്ഞ് ഞാനൊരു ലോക പൗരനായിട്ട് പ്രഖ്യാപിക്കുകയാണ്, എനിക്ക് അമേരിക്കൻ പാസ്പോർട്ട് വേണ്ടെന്ന് പറഞ്ഞ് അമേരിക്കൻ പാസ്പോർട്ട് വലിച്ചു കീറിക്കളഞ്ഞു. ഇദ്ദേഹത്തിലെ അമേരിക്കൻ എംബസിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ തന്നെ ഫ്രാൻസിൻ്റെ പോലീസുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഫ്രാൻസിൻ്റെ പോലീസുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിലടച്ചു. എന്നിട്ട് കോടതിയിൽ നിന്നും വിധി വന്ന് ഇദ്ദേഹത്തെ അമേരിക്കയിലേക്ക് നാടുകടത്താൻ. അങ്ങനെ അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് നാടുകടത്താൻ വേണ്ടിയിട്ട് ഫ്രാൻസിലെ മാഴ്സ തുറമുഖത്തേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. കപ്പലിൽ കയറ്റി. കപ്പൽ നീങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം കപ്പലിൽ നിന്ന് ചാടിയിട്ട് നീന്തി കരയ്ക്ക് കയറി. വീണ്ടും അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് അവർ ജയിലിലടച്ചു. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് അദ്ദേഹം വേൾഡ് സിറ്റിസനാണ്, വേൾഡ് പൗരനാണ് ഞാനെന്നൊക്കെ സ്വയം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ കോടതി വിധിച്ചിട്ട് അദ്ദേഹത്തെ വീണ്ടും അമേരിക്കയിലേക്ക് നാടുകടത്താൻ ഇതേ തുറമുഖത്ത് നിന്നും, ഈ മാഴ്സ തുറമുഖത്ത് നിന്നും കപ്പലിൽ കയറ്റുകയാണ് ചെയ്യുന്നത്. വിലങ്ങും ചങ്ങലയൊക്കെ വെച്ചിട്ട് വളരെ ദൂരം, കപ്പല് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഏകദേശം മധ്യഭാഗത്ത് എത്തുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വിലങ്ങും ചങ്ങലയൊക്കെ ഊരുന്നത്. അപ്പം അങ്ങനെ വിലങ്ങും ചങ്ങലയൊക്കെ ഊരി കഴിഞ്ഞ്
പുള്ളി ശ്രദ്ധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുൻപിൽ സഹയാത്രികനായിട്ട് ഒരു കാവ്യ വസ്ത്രധാരി മുന്നിലിരിക്കുന്നുണ്ട്. അപ്പം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു. അപ്പം ഈ ഗാരി ഡേവിസ് മുൻപിലിരുന്ന ആളിനോട് ചോദിച്ചു, എന്താണ് പേരെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എൻ്റെ പേര് ഡോക്ടർ പി നടരാജൻ എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ താങ്കൾ ഡോക്ടറാണെന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ ഡോക്ടറല്ല, ഞാൻ PhD ഞാനൊരു റിസർച്ച് ചെയ്തിട്ട് ഞാൻ ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയാണെന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു, എന്താണ് താങ്കളുടെ ഡോക്ടറേറ്റിൻ്റെ സബ്ജക്റ്റ് എന്ന് ചോദിച്ചു. പറഞ്ഞു, അങ്ങ് സൗത്ത് ഇന്ത്യയിലെ കേരളം എന്നും പറഞ്ഞിട്ടുള്ളൊരു ചെറിയ സംസ്ഥാനമുണ്ട്, അവിടെ ശ്രീനാരായണ ഗുരു എന്നും പറഞ്ഞിട്ടൊരു ഋഷിവര്യനുണ്ട്. ആ ഋഷിവര്യൻ എഴുതിയ ആത്മോപദേശ ശതകം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. ആ കൃതിയുടെ 2 പദ്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ കൗതുകമായി. അപ്പം ഗാരി ഡേവിസ് എന്നോട് താങ്കൾ എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാനിങ്ങനെ അമേരിക്കൻ ഫൈറ്റർ പൈലറ്റ് ആയിരുന്നു, അതിനു മുമ്പ് ഞാൻ ആ ബ്രോഡ്വേയിലെ ഒരു ആക്ടറായിരുന്നു പറഞ്ഞു. അപ്പം എന്താണ് താങ്കൾ ചെയ്ത കുറ്റം എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, ആദ്യം അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അപ്പോൾ എന്താണ് കാരണമെന്ന് ചോദിച്ചു. പറഞ്ഞു, എല്ലാവരും പറയുന്നത് എനിക്ക് ഭ്രാന്താണെന്ന്. അപ്പോൾ അതെന്താണ് കാര്യം? അത് ഞാൻ പറഞ്ഞു, ഞാൻ ലോകം ഒന്നാണെന്ന് പറഞ്ഞു, മനുഷ്യരെല്ലാം ഒന്നാണെന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് എന്നെ ഭ്രാന്തനാക്കിയിട്ട് എന്നെ അമേരിക്കയിലേക്ക് നാട് കടത്തുവാണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങയ്ക്ക് ഭ്രാന്തുണ്ടെങ്കിൽ എനിക്കും ഭ്രാന്തുണ്ട്, എൻ്റെ ഗുരുവിനും ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും ശ്രീനാരായണ ഗുരുദേവന്റെ ഏകലോക ദർശനത്തെക്കുറിച്ചും ഒക്കെ വളരെ കാര്യമായിട്ട് ഇവർ ആ യാത്രയിൽ സംസാരിച്ചു. അപ്പം ഈ ഗാരി ഡേവിസ് ചോദിച്ചു, ഇതിനെ താങ്കളുടെ ഗുരുവിൻ്റെ ദർശനം ലോകത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, അതിനൊരു വേൾഡ് പാർലമെൻറ്റിൻ്റെ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കണം, അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് കുറച്ച് നാളത്തെ ജയിൽവാസത്തിന് ശേഷം ഗാരി ഡേവിസ് ന്യൂയോർക്കിൽ എത്തിയിട്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ ബിൽഡിങ്ങിൽ ഐക്യരാഷ്ട്ര സഭയുടെ അതിൻ്റെ ആസ്ഥാന മന്ദിരത്തിൻ്റെ മുൻപിലായിട്ട് ഒരു ചെറിയ മുറി എടുത്തിട്ട് ഗുരുദേവൻ്റെ ആപ്തവാക്യമായ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ള ആപ്തവാക്യം അവിടെ വെച്ചിട്ട് ഗുരുവിൻ്റെ ഒരു ഫോട്ടോയും വെച്ചിട്ട് വേൾഡ് പാർലമെൻറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിക്കും കൂടുതൽ അതിനെക്കുറിച്ചിട്ട് ഞാൻ ആ സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഞാൻ അത് നീട്ടുന്നില്ല. കാര്യം മൈ കൺട്രി ഈസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഗാരി ഡേവിസിൻ്റെ ഒരു ബുക്കുണ്ട്. അതിനകത്ത് ഇത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇത് 1948 ഈ സംഭവം നടക്കുന്നത്. 1950 ഈ വേൾഡ് പാർലമെൻറ്റ് സെറ്റ് ചെയ്തിട്ട് ഒരു വേൾഡ് പാസ്പോർട്ട് ഉണ്ടാക്കി, ഒരു സ്റ്റാമ്പ് ഇറക്കി, അക്കൗണ്ട് ഉണ്ടാക്കി, ഇങ്ങനെ എല്ലാ രീതിയിലും പുള്ളി പ്രവർത്തിച്ചു. പല രാജ്യങ്ങളിലും അദ്ദേഹത്തെ അംഗീകരിച്ചു. ആദ്യമായിട്ട് അദ്ദേഹത്തെ അംഗീകരിച്ച കൂട്ടത്തിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അദ്ദേഹം ഇതിനെ ആശംസിച്ചുകൊണ്ട് സന്ദേശം ഈ ഗാരി ഡേവിസിന് അയച്ചു കൊടുത്തു. കാര്യം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ഈ അതിർവരമ്പുകളാണ്. ഈ അതിർവരമ്പുകൾ ഭേദിക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു ഗുരുദേവന്റെ ലക്ഷ്യം. ലോകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെയേറെ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഗാരി ഡേവിസ്. 2013 അദ്ദേഹം മരിക്കുന്നത്. 93 വയസ്സിലാണ്. ഇന്ത്യയിൽ അദ്ദേഹം ഒരു പ്രാവശ്യം വന്നിരുന്നു. നമ്മുടെ നടരാജ ഗുരു സ്ഥാപിച്ച ഊട്ടിയിലെ ഫേൺ ഹില്ലിലെ ആ ഗുരുകുലത്തിൽ അദ്ദേഹം വന്നതായിട്ടും ശിവഗിരിയിൽ വന്നതായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ രേഖകളൊന്നും എങ്ങും ഉള്ളതായിട്ട് അറിയില്ല. ഏറ്റവും വലിയൊരു നമുക്കൊക്കെ പറ്റിയിരിക്കുന്ന ഒരു പരാജയം, കാര്യം ശ്രീനാരായണ സന്ദേശകരാണെന്നും ശ്രീനാരായണ സന്ദേശം പ്രചരിപ്പിക്കുന്നെന്ന് പറയുന്ന നമ്മളെല്ലാവരും ഈ പറയുന്ന ഒരു വ്യക്തിയെ നേരിട്ട് കണ്ടിട്ട് അദ്ദേഹവുമായിട്ട് സംവദിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചിട്ടില്ല. ഇന്ന് നമുക്ക് വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ പറയുന്ന സ്വാമി നിത്യത്തിൻ്റെ യതിയുടെ ജീവചരിത്രവും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും നടരാജ ഗുരു എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ, പിന്നെ കുറച്ച് ചരിത്രകാരന്മാരൊക്കെ ഗാരി ഡേവിസിനെ കുറിച്ചിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം എന്തായാലും ഈ ഗാരി ഡേവിസിനെ സ്മരിച്ചുകൊണ്ട്
ഈ 171ാമത് ജയന്തി ആഘോഷങ്ങൾക്ക് നമുക്ക് തുടക്കം കുറിക്കാം. കാര്യം പലരും കേട്ടിട്ടില്ലാത്തവരാണ്. നിങ്ങളൊക്കെ ഈ ഗ്യാരി ഡേവിസിനെ കുറിച്ചിട്ട് പഠിക്കണം. കാര്യം ആ ഒരു വ്യക്തി അന്ന് ഇത്രയും പ്രതിസന്ധികൾ തരണം ചെയ്തിട്ട് ഗുരുദേവന്റെ, അത് യാദൃശ്യമായിരിക്കാം, ഗുരുദേവന്റെ ദർശനവും ഗ്യാരി ഡേവിസിന്റെ ചിന്താഗതിയും ഒരേ ലെവലിൽ സഞ്ചരിക്കുകയും നടരാജ ഗുരു അതിനു വേണ്ടുന്ന എല്ലാ പിന്തുണകളും വാഗ്ദാനം ചെയ്യുകയും പ്രവർത്തിക്കുകയും അങ്ങനെ ഗുരുദേവന്റെ ദർശനം ലോകത്തിലെല്ലായിടും കുറെ ഭാഗങ്ങളിലെങ്കിലും എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്തു. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നോക്കിയ സമയത്ത് ഏകദേശം ലോകത്തിൻ്റെ കേരളത്തിന് പുറത്തും ഇന്ത്യക്കുള്ളിലും വിദേശത്തുമൊക്കെ ആയിട്ട് പരന്നു കിടക്കുന്ന മലയാളികളെ കുറിച്ചിട്ട് പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യും. ലോകത്തിലെ തന്നെ ഏറ്റവും സ്പ്രെഡഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി, കാര്യം ഏറ്റവും ചിതറിക്കിടക്കുന്ന കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതന്മാരാണ്. അവർ ഏകദേശം 1,40,00,000 ഉണ്ടെന്നാണ് കണക്കുകൾ. ലോക ജനസംഖ്യയുടെ ഏകദേശം 1.02% എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇവര് ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത് ജൂതന്മാരാണ്. 1919 നോബൽ സമ്മാനം ഏർപ്പെടുത്തിയതിന് ശേഷം 2023 വരെ ഏകദേശം 900-ന് മേലെ 996 നോബൽ സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ 22% നോബൽ സമ്മാനം വാങ്ങിയിരിക്കുന്ന ഈ ജൂത സമൂഹത്തിൽപ്പെട്ടവരാണ്. എന്ന് പറഞ്ഞാൽ 223 ആൾക്കാർക്ക് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ജൂതന്മാർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചിതറിക്കിടക്കുന്ന ഒരു ജനവിഭാഗമായിരിക്കും മലയാളികൾ. ആ മലയാളികളിൽ തന്നെ ഗുരുദേവനെ അറിയാത്തവരായിട്ടുള്ളവരാരുമില്ല. ഗുരുദേവനെ ആദർശങ്ങളിൽ വിശ്വസിക്കുന്നവരും ഗുരുദേവനെ ദൈവമായി കാണുന്നവരും ഗുരുദേവന്റെ ഫിലോസഫിയെയും ഗുരുദേവന്റെ റിഫോർമേഷനെയും കുറിച്ചും ഉള്ള എല്ലാ രീതിയിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു മലയാളിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും ഗുരുദേവനോട് അവർക്ക് ബഹുമാനമേ ഉള്ളൂ. ഇപ്പം ഗുരുദേവന്റെ സന്യാസ ശിഷ്യന്മാരെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഗൃഹസ്ഥ ശിഷ്യന്മാരെ കുറിച്ചിട്ടോ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ ശിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമുന്നതമായ നായർ തറവാട്ടിൽ നിന്നുണ്ടായിരുന്ന കൊച്ചപ്പിപ്പിള്ള എന്ന് പറയുന്ന ശിവലിംഗദാസ സ്വാമികളായിരുന്നു. അവസാനത്തെ ഗുരുദേവൻ ശിഷ്യൻ ഒരു ആഠ്യ ബ്രാഹ്മണനായിരുന്ന തറവാട്ടിലായിരുന്ന ആനന്ദ ക്ഷേണ എന്ന് പറയുന്ന, പിന്നീട് ആനന്ദ തീർത്ഥറായി മാറിയാണ്. കാരണം ഗുരുദേവന് ഒരിക്കൽ പോലും അങ്ങനെ ഒരു ജാതി മത, ഗുരുദേവന്റെ ശിഷ്യന്മാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാനാ മതസ്ഥിലുള്ളവരുണ്ടായിരുന്നു. ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഗുരുദേവന്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു, മുസ്ലിങ്ങളായിട്ടുള്ള ഗുരുദേവന്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു. അങ്ങനെ പല വ്യക്തിത്വങ്ങളും ഗുരുദേവന്റെ ഉണ്ടായിരുന്നു. പക്ഷേ ചില സമയങ്ങൾക്ക് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്, ഗുരുദേവനെ മാത്രം ഒരു ജാതിയുടെയോ അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ മാത്രം പ്രതിനിധിയായിട്ട് ചിത്രീകരിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഇപ്പൊ നമ്മൾ പരാശര മുനിയാണെങ്കിലും വേദവ്യാസനാണെങ്കിലും ഇന്ന് നമ്മൾ ആരാധിക്കുന്ന ഒരു ദൈവങ്ങൾ പോലും ഈ പറയുന്ന സവർണ ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന് ഒന്നും ഉള്ളവരല്ല. ഇന്ന് അമൃതാനന്ദമയി, ഒരു മുക്കുവസ്ത്രീയായിരുന്ന അമൃതാനന്ദമയെ ലോകം മുഴുവനും അമ്മയായി ആരാധിക്കുന്നത്. പക്ഷെ ഗുരുദേവനെ മാത്രം ആൾക്കാർക്ക് ഒരു ചെറിയ എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച്, അതിലാണ് നമുക്ക് ഒരു ചട്ടക്കൂടിൽ നിന്ന് മാത്രം ഗുരുദേവനെ നമ്മൾ കാണുന്നത്. അത് അറ്റ്ലീസ്റ്റ് നമ്മൾ മലയാളികളെങ്കിലും മാറ്റണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാര്യം ഇന്ന് ഗുരുദേവന്റെ ദർശനത്തോളം പ്രസക്തമായിട്ടുള്ള ഒരു കാര്യവും ഇന്ന് ലോകത്തില്ല. ഇന്ന് എന്നോട് ഇവിടെ വരുന്ന സമയത്ത് ബിജുവിനോട് ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു എന്താണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ സാംസ്കാരിക തലം വളരെ ഔന്നത്യത്തിൽ നിൽക്കുന്നതും ഗുരുദേവനെ കുറിച്ചിട്ടുള്ള പഠന ക്ലാസ്സുകളും അങ്ങനെ വളരെ ഗുരുദേവ കൃതികളുടെ പാരായണത്തിലും ഒക്കെ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഡോംബിവലി എന്നറിയാം. അപ്പൊ ബിജു എന്നോട് പറഞ്ഞത് ഇവിടെ നമ്മുടെ യൂത്ത് ഭയങ്കര ആക്റ്റീവാണ്, അവർക്ക് എന്തെങ്കിലും വേണ്ടുന്ന കുറച്ച് മെസ്സേജസ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ യൂത്തിനൊന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ ഇനി എന്താണ് മെസ്സേജ് അമ്മമാർക്ക് തരായിരിക്കും, അത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മയ്ക്കും ഒക്കെ തരാം, അത് കുട്ടികൾക്ക് നിങ്ങൾ നൽകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഗുരുദേവന്റെ അഷ്ടലക്ഷ്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1928 നാഗമ്പട ക്ഷേത്ര മൈതാനത്തിൽ വെച്ചിട്ട് ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകുമ്പോൾ 8 വിഷയങ്ങൾ
വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, കൃഷി, കച്ചവടം, സംഘടന, കൈത്തൊഴിൽ, ഇതര ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പരിശീലനം. ഈ 8 വിഷയങ്ങളെ കുറിച്ചിട്ട് ശിവഗിരിയിൽ അതിൽ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ക്ലാസ്സുകൾ എടുക്കണം. അതിൽ കൂടി ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകണം. അതോടുകൂടി സമൂഹത്തെ നമുക്ക് ഉദ്ധരിക്കാമെന്നാണ് ഗുരു പറഞ്ഞതും ഗുരു ലക്ഷ്യം വെച്ചതും നടന്നുകൊണ്ടിരിക്കുന്നതും. അതിലേറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് വിദ്യാഭ്യാസത്തിനാണ്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാനാണ് ഗുരു നമ്മളോട് അഭ്യർത്ഥിച്ചത്. ശരിക്കും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ സ്വാതന്ത്ര്യം എന്താണെന്ന് പോലും മനസ്സിലാക്കാതിരുന്ന ഒരു ജനവിഭാഗത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ വേണ്ടിയായിരുന്നു ഗുരു വിദ്യാഭ്യാസം നമുക്ക് തന്നത്. ശുചിത്വത്തിൻ്റെ കാര്യത്തിലാണ്. ഇന്ന് നമ്മുടെ ഹെൽത്ത് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളം 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം അന്ന് ശുചിത്വത്തിലേക്ക് പോകുമായിരുന്നു. എന്തുകൊണ്ടായിരുന്നു അന്നുള്ള ആൾക്കാരെ അകറ്റി നിർത്തിയിരുന്നത്? തൊട്ടാലും തീണ്ടലും ഒക്കെ ആയിട്ട് ആൾക്കാരെ മാറ്റി നിർത്തിയിരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയില്ലായ്മയായിരുന്നു, ശുചിത്വമില്ലായ്മയായിരുന്നു. ആ ശുചിത്വത്തിൽ നിന്നാണ് നമ്മളിന്ന് ബ്രാൻഡഡ് ഷർട്ട്സും പാൻറ്റും മറ്റുള്ള വസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് ഈ ലെവലിലേക്ക് എത്തിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊരു 150 വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളത്തിലെ സ്ഥിതിവിശേഷങ്ങൾ. അതിൽ നിന്ന് നമ്മളെ മാറ്റിമറിച്ചു. വിദ്യാഭ്യാസപരമായിട്ട് കേരളം 100% സാക്ഷരത നേടിയ സംസ്ഥാനമായിട്ട് നമ്മൾ മാറി. അതിനു വേണ്ടിയിട്ട് ഗുരുദേവൻ ഈശ്വരഭക്തിയുടെ ഭാഗമായിട്ട് ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തി. ഒരു സമയം കഴിഞ്ഞ സമയത്ത് ഗുരുദേവൻ പറഞ്ഞു, ക്ഷേത്ര പ്രതിഷ്ഠകളൊക്കെ കൂടെ നമുക്കിനി ക്ഷേത്രങ്ങളല്ല വിദ്യാലയങ്ങളാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ക്ഷേത്രത്തിനോടൊപ്പം തന്നെ കാണിക്ക വഞ്ചികൾ വെച്ചു. കാണിക്ക വഞ്ചിയിൽ വീഴുന്ന പൈസ കളക്ട് ചെയ്തിട്ട് സ്കൂളുകൾ സ്ഥാപിച്ചു. എത്രത്തോളം സ്കൂളുകളാണെന്ന് കേരളത്തിൽ ഉള്ളത്, കോളേജുകൾ. വിദ്യാഭ്യാസപരമായിട്ട് ഒരു സമൂഹത്തെ ഉന്നമനത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഗുരു ചെയ്തത്. പിന്നെ കൃഷിയാണെന്നുണ്ടെങ്കിലും കൃഷിയിൽ ആദ്യത്തെ കാർഷിക സമ്മേളനം വിളിച്ചു കൂട്ടി, വനിതാ സമ്മേളനം നടത്തി. അപ്പൊ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഗുരു നമ്മളുടെ സാമൂഹ്യ നവോത്ഥാനത്തിന് വേണ്ടി ചെയ്തത്. ഇത് കൃഷിയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം 60% വരുന്ന ഇന്ത്യയിലെ ജനങ്ങൾ കൃഷിയെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് ജീവിക്കുന്നത്. പലരും കൃഷി ചെയ്യുന്നു, അല്ലെങ്കിൽ കൃഷിയുമായിട്ട് അതുകൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, സർവീസസ്, അതിൻ്റെ വാല്യൂ ആഡഡ് സർവീസസ്, ഇതെല്ലാം വെച്ചിട്ടാണ് കൃഷിയെ നമ്മൾ സമീപിക്കുന്നത്. പക്ഷേ എത്രത്തോളം നമ്മൾ കൃഷിയിൽ മുന്നോട്ട് പോയി. ഇപ്പം അരിയാണെങ്കിലും ഗോതമ്പാണെന്നുണ്ടെങ്കിലും പൾസസ് ആണെങ്കിലും ഒക്കെ ലോകത്തിലെ 2ാമത്തെ മാനുഫാക്ചറിങ് ആണ് ഇന്ത്യ. പാലിൻ്റെ കാര്യത്തിലും കോട്ടൺ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്തൊക്കെ നമ്മൾ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ കൃഷി ഇന്ന് വിദ്യാഭ്യാസത്തിലേക്കാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഇന്ന് ഇന്ത്യയിലുള്ള ഏകദേശം ഇന്ത്യയിൽ 1100 യൂണിവേഴ്സിറ്റികളുണ്ട്. 1100 യൂണിവേഴ്സിറ്റികളും 51,000 കോളേജുകളും ഉള്ളത്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഏകദേശം വരുന്ന 10% വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൃഷിയെ ബേസ് ചെയ്തിട്ടുള്ള, അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണ്. പക്ഷേ ഇന്ന് 1% പോലും കുട്ടികൾ ഈ കൃഷി സംബന്ധമായിട്ടുള്ള കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്നില്ല. അത് ഏറ്റവും കാരണം. എന്നിട്ട് പലരും പറയും നമ്മൾ പഠിച്ച് മോൻ എഞ്ചിനീയറാണ്, മോനല്ലെന്നുണ്ടെങ്കിൽ ഇതാണ്, മോൾ ഇതാണ്, പക്ഷെ ജോലി കിട്ടുന്നില്ല. പക്ഷെ ജോലി കിട്ടുന്ന വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നില്ല. അപ്പൊ കൃഷി ഒരു ഉദാഹരണം മാത്രമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതേമാതിരി ഇന്ന് ഞാൻ എന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പറഞ്ഞു, ഈ ടാലന്റ് അക്വിസിഷൻ റിക്രൂട്ട്മെന്റ് രംഗത്ത് കഴിഞ്ഞ 4-12 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് ഇത് ബുദ്ധിമുട്ടുള്ള അറിയാം. കാര്യം ഇന്ന് വരുന്ന പല കുട്ടികളും, പ്രത്യേകിച്ച് ഞാനിപ്പോൾ നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാരാണെന്നറിയാം കുട്ടികളുടെ ബയോഡേറ്റ ആയിട്ട് വരുന്നത്. എല്ലാവരും ക്വാളിഫൈഡാണ്, പക്ഷെ ആർക്കും ജോലി കിട്ടുന്നില്ല. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു 6 മാസയ്ക്ക് മുമ്പ് കേരളത്തിലൊരു ടെക്നിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്ത്. അപ്പം ജോലി കൊടുക്കാൻ വരുന്നവർക്ക് ആർക്കും ക്വാളിഫിക്കേഷൻ വേണ്ടി ജോലി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ജോലി സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. കാരണം ജോലി കിട്ടാതെ വരുന്ന ആൾക്കാരൊക്കെ കൂടുതൽ ജോലി വേണ്ടുന്ന എന്താ പറഞ്ഞാൽ തൊഴിൽ ദാതാക്കളാണുള്ളത്. അപ്പോൾ അവർക്ക് ആൾക്കാരെ കിട്ടുന്നില്ല. അപ്പോൾ ഏറ്റവും പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്കിൽ മിസ്മാച്ചാണ്. അപ്പോൾ സ്കിൽ മിസ്മാച്ചിൻ്റെ കാരണം കൊണ്ട് ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല. അപ്പം നമ്മളവിടെ ജോലി കിട്ടാൻ സാധ്യതകളുള്ള കുറേ കോഴ്സുകൾ ഈ അടുത്ത സമയത്തായിട്ട് സ്റ്റാർട്ട് ചെയ്ത്
ഗുരുദേവന്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, ഈ സ്റ്റാർട്ട് ചെയ്തതിൽ 90% ആൾക്കാരെ നമുക്ക് ജോലിയിൽ പ്രവേശിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗുരുദേവൻ ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സംഘടനയിലേക്കും കൈത്തൊഴിലിൻ്റെ ഭാഗമാണിത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം, ആദ്യത്തെ സ്കിൽ യൂണിവേഴ്സിറ്റി ലോകത്തിൽ ആദ്യമായിട്ട് പ്ലാൻ ചെയ്തത് ഗുരുദേവനാണ്. ഇന്ന് നമ്മൾ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെന്റ് വകവരുത്തിയിരിക്കുന്നതും ചെലവാക്കുന്നതും ഒക്കെ. പക്ഷെ അതിനൊക്കെ എത്ര വർഷം മുമ്പ്, 1927 ഗുരു സമാധി ആകുന്നതിന് ഒരു വർഷം മുമ്പ് ശിവഗിരി ഫ്രീ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ ഗുരുകുല എന്ന് പറഞ്ഞിട്ട് ശിവഗിരിയിൽ ഒരു സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഗുരുദേവന്റെ ശിഷ്യനായിരുന്ന നടരാജ ഗുരുവിനെയും വിദേശ ശിഷ്യനായിരുന്ന ഏണസ് കർക്കിനെയും വിളിച്ചിട്ട് ഗുരുദേവൻ പറഞ്ഞു, നമുക്ക് വരും തലമുറയെ വാർത്തെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഈ കൈത്തൊഴിലുകൾ, അവർക്ക് സ്കില്ല് അഭ്യസിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഗുരുദേവന അതിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശങ്ങളൊക്കെ ഈ നടരാജ ഗുരുവും നമ്മുടെ ക്ലർക്ക് സാഹിബും കൂടെ ചേർന്നിട്ട് തയ്യാറാക്കിയിട്ട് കോയമ്പത്തൂർ പോയിട്ട് 10 പേജുള്ള ഒരു പ്രോസ്പെക്ടസ് തയ്യാറാക്കിയിട്ട് തിരിച്ച് ശിവഗിരിയിലേക്ക് വന്ന്, പക്ഷേ അതിന് വേണ്ടുന്ന സ്ഥലവും കണ്ടെത്തി ഏകദേശം 5 ഏക്കറോളം സ്ഥലം കണ്ടെത്തി. ആ സ്ഥലത്താണ് ഇന്ന് ശിവഗിരിയിലെ സ്കൂൾ നിൽക്കുന്നത്. പക്ഷേ ഗുരു ഒരു വർഷം കഴിഞ്ഞ് സമാധിയായി, ആ പ്രൊജക്റ്റ് നടക്കാതെ പോയി. ഇന്ന് ആ പ്രൊജക്റ്റ് നടന്നിരുന്നെങ്കിൽ 1927 28 ഒരു സ്കിൽ യൂണിവേഴ്സിറ്റി ഗുരു വിഭാവനം ചെയ്തത് നടന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു? ഇന്ന് നമ്മളുടെ സ്കില്ല് അതാണ് ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടത്. കാര്യം ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള രാജ്യമാണ്. നമ്മുടെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ 28.3 ഇന്ന് ലോകം മുഴുവനും മിക്ക രാജ്യങ്ങളും പ്രായത്തിൻ്റെ ആധിക്യം കൊണ്ട് ജോലിക്കാരെ കിട്ടാത്തൊരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ജപ്പാൻ, നമ്മൾ ഏറ്റവും പ്രായം കൂടിയ ജനവിഭാഗം വസിക്കുന്ന രാജ്യമാണ് ജപ്പാൻ. 48 അവിടുത്തെ അവരുടെ ആയുസ്. 48 ആണ് അവിടെയുള്ള ആൾക്കാരുടെ ആയുസ്, ഇത് ആവറേജ് ഏജ്. ഇപ്പം യൂറോപ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് 35 വയസ്സിൻ്റെ മുകളിലാണ്. ചൈനയിലും 37 സൗത്ത് കൊറിയ ഏകദേശം 35-40 ഇടയ്ക്കുള്ള. അപ്പം ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇത്രയും യങ്ങസ്റ്റ് ആയിട്ടുള്ള പോപ്പുലേഷനുള്ള ഒരു രാജ്യം. നമ്മുടെ 65% വരുന്ന ജനവിഭാഗം 35 വയസ്സിന് താഴെയുള്ളതാണ്. ഈ 35 വയസ്സിന് താഴെയുള്ള 1 കോടിയിൽ പരം വരുന്ന ഈ ജനവിഭാഗം ഇന്ന് ലോകത്തിൻ്റെ തന്നെ സ്കില്ലിങ്ങിന് ആവശ്യപ്പെട്ടുള്ളതായി മാറ്റാൻ പറ്റും. പക്ഷേ അവർക്ക് പ്രോപ്പർ സ്കില്ലിങ് ആവശ്യമാണ്. അപ്പോൾ അവർക്ക് പ്രോപ്പർ സ്കില്ലിങ് ആവശ്യമാണെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ നമ്മൾ നൽകണം. അതിൻ്റെ ഭാഗമായിട്ടാണ് 2020 കേന്ദ്ര ഗവൺമെൻറ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 6ാം ക്ലാസ് തൊട്ട് സ്കിൽ എഡ്യൂക്കേഷൻ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് മാറ്റാനുള്ള നിയമം പാസ്സാക്കി ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും അത് തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് ഗുരുവിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗുരു ശിവഗിരി ഫ്രീ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ ഗുരുകുല വിഭാവനം ചെയ്യുന്ന സമയത്ത് 10 വയസ്സിന് മുകളിലുള്ള ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും കുഴപ്പമില്ലാത്ത കുട്ടികളെ ഈ ഗുരുകുല സമ്പ്രദായത്തിൽ ചേർത്തിട്ട് സ്കില്ലിങ് ചെയ്യണമെന്നാണ് ഗുരു അന്ന് എഴുതി വെച്ചത്. അപ്പോൾ അവിടെയാണ് ഇന്ന് നമുക്ക് ഗുരുവിൻ്റെ ആ ദീർഘവീക്ഷണത്തെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമ്മൾ ലോകത്തിൻ്റെ ഈ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2024 കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 163 രാജ്യങ്ങളിലെ 56 രാജ്യങ്ങളും ആയുധ സമരവും മതവിരുദ്ധ ചിന്തകളും സാമൂഹ്യ അസമത്വവും തുടങ്ങി പല കാര്യങ്ങൾ കൊണ്ട് ദിവസം പ്രതി അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേറ്റ 2023 അനുസരിച്ചിട്ട് ലോകത്തിലെ ഓരോ 5 യുവാക്കളിലും മാനസിക സംഘർഷം നേരിടുന്ന ഒരു കുട്ടികളുണ്ടെന്നുള്ളതാണ് പഠനങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് വന്നപ്പോൾ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസം ശരിക്കും വളരെ ഒരു വൈകൃതമായ രീതിയിൽ കൂടെയൊക്കെയാണ് വിദ്യാഭ്യാസം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് ആ കുട്ടി ഏകദേശം 50,000 മണിക്കൂറുകളാണ് അത് പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പഠിക്കുന്നത്. പക്ഷെ അത്
പഠിച്ച് വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 50,000 മണിക്കൂർ പഠിച്ച കുട്ടിക്ക് 5 മണിക്കൂർ പോലും ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സിസ്റ്റത്തിലേക്കല്ല നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലം എന്താണെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2022 ഒരു സർവേ അനുസരിച്ചിട്ട് 13,000-ലധികം കുട്ടികളാണ് ഇന്ത്യയിൽ സൂയിസൈഡ് ചെയ്തിട്ടുള്ളത്, ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. 1 മണിക്കൂറിൽ ഒരു കുട്ടി എന്ന നിലയ്ക്ക് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം അവർക്ക് സ്ട്രെസ് താങ്ങാൻ വയ്യ. എല്ലാ ഈ പറയുന്ന കോട്ടയം എന്നൊക്കെ പറയുന്ന രാജസ്ഥാനിലെ സിറ്റി, അത് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന്റെ സിറ്റിയാണ്. അവിടെ എല്ലാവരും പോയിട്ട് അവിടുത്തെ ട്രെയിനിങ്ങിനകത്തും ആ കോമ്പറ്റീഷൻ 99.9% കിട്ടണം എങ്കിൽ മാത്രമേ പേരൻസിനും കുട്ടിക്കും സമാധാനമാകത്തുള്ളൂ. എന്ന് പറയുന്ന ഈ ഭൂരിഭാഗം കുട്ടികളും, ഈ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഭൂരിഭാഗം കുട്ടികളും 7 മണിക്കൂറിൽ താഴെ മാത്രം ഉറങ്ങുന്നവരാണ് രാത്രിയിലാണ്. അത് ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നമാണ് കുട്ടികളിൽ സൃഷ്ടിക്കുന്നത്. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ രാജ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫിൻലൻഡാണ്. ഫിൻലൻഡ് എന്ന് പറഞ്ഞാൽ 6 മാസത്തിൽ കൂടുതൽ മൈനസിൽ ക്ലൈമറ്റ് ഉള്ള ഒരു രാജ്യമാണ്. പക്ഷെ എന്തുകൊണ്ട് ഏറ്റവും സന്തോഷം നിറഞ്ഞ രാജ്യമായിട്ട് ഫിൻലൻഡിനെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാരുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് വളരെ ഹൈ ആണ്. കാര്യം അവർ കുട്ടികളെ പഠിക്കുന്നതാണെങ്കിലും അവരുടെ ജീവിത നിലവാരമാണെങ്കിലും അവരുടെ വിദ്യാഭ്യാസത്തെ ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. കാര്യം ഒരു കുട്ടി ഒരു ആഴ്ചയിൽ 20 മണിക്കൂർ മാത്രമാണ് ക്ലാസ് റൂമിൽ അത് ചെലവഴിക്കുന്നത്. ബാക്കിയുള്ള സമയങ്ങൾ അത് കൾച്ചറൽ ആക്ടിവിറ്റീസ്, സോഷ്യൽ ആക്ടിവിറ്റീസ്, അതേമാതിരി തന്നെ ജപ്പാൻ, കൊറിയ, ഈ സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾ വിദ്യാഭ്യാസം എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ അതൊരു ബർഡനായിട്ടാണ് കണക്കാക്കുന്നത്. ശരിക്കും നമ്മൾ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി നേടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വിദ്യാഭ്യാസത്തെ ഇന്ന് ആൾക്കാർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി മാത്രമേ. നല്ല ഒരു പൗരനായി മാറാൻ നമ്മൾ ആരെയും പഠിപ്പിക്കുന്നില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇന്ന് മൈസൂരിലെ ഒരു ഡിജിറ്റൽ വെൽബീയിങ് ക്ലിനിക്കിന്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് 13 തൊട്ട് 22% യുവജനങ്ങളില്ല ഡിജിറ്റൽ അഡിക്ഷൻ ബാധിച്ചിരിക്കുക. ഇന്ന് കുട്ടികൾ, അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾ ഇന്ന് ഇവിടെ വരുമെന്ന് കരുതിയത് അവർക്ക് മൊബൈലും ഐപാഡും ബാക്കിയുള്ള കാര്യങ്ങളുമാണ്. അവരുടെ ഫുൾ അഡിക്റ്റഡ് ആയിരിക്കുകയാണ്. അവർക്ക് എന്താണ് ലോകത്ത് നടക്കുന്നത്, എന്താണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്, എന്താണ് നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചവരാണ് നമ്മളൊക്കെ. ഇന്ന് പ്രകൃതിയെ കുറിച്ചിട്ട് നമ്മളുടെ യുവതലമുറയ്ക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷെ ഞാൻ അവരെ കുറ്റം പറയല്ല. അതിന്റെ എല്ലാം പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മളുടെ മാതാപിതാക്കൾ അവർക്ക് അവരുടെ അഭിരുചികൾ അറിയാതെ അവരുടെ പ്രഷറൈസ് ചെയ്തിട്ട് മോനെ ഡോക്ടറാക്കണം, ഡോക്ടർ എഞ്ചിനീയറാക്കണം, ഡോക്ടർ പൈലറ്റ് ആക്കണം, സയന്റിസ്റ്റ് ആക്കണം, ഈ രീതിയിലേക്ക് അവരൊരു മനുഷ്യരാക്കണമെന്ന് ആരും പറയുന്നില്ല. ഈ അടുത്ത സമയത്ത് ഞാൻ ഈ നരസിംഹസ്വാമികൾ, ഗുരുദേവന്റെ സന്യാസ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രമുഖനാണ്. അദ്ദേഹത്തിൻ്റെ ആ സ്വാമികളുടെ 148ാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഓഗസ്റ്റ് 15-ന് തൃപ്പൂണിത്തുറയിലാണ് സമാധി നരസിംഹസ്വാമികളുടെ. അവിടെ പങ്കെടുത്ത സമയത്ത് എൻ്റെ സുഹൃത്തും മെഡിമിക്സ് സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡയറക്ടറുമായ ഡോക്ടർ AV അനൂപ് ഒരു കാര്യം അവിടെ പറയുണ്ടായി. നമ്മളെല്ലാവരും ഉറങ്ങുമ്പോഴാണ് മനുഷ്യരായിട്ട് ഉറങ്ങുന്നത്. അത് വളരെയേറെ എന്നെ ടച്ച് ചെയ്തൊരു കാര്യമാണ്. നമ്മളെല്ലാവരും ഉറങ്ങുമ്പോൾ മനുഷ്യരാണ്. ഉണർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെയാണ്. അപ്പൊ അതാണ് ഇന്നത്തെ ജനസമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ആ ഒരു ചിന്താഗതിയാണ് നമ്മുടെ ഇന്ന് ഈ സമയമായോ ഈ ഒരു ഞാൻ നീട്ടുവാണെന്നുണ്ടെങ്കിൽ നിർത്താം. ഓക്കെ, അപ്പം ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ ആ ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ മാറിയിരിക്കുന്നത്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ യുവതലമുറയാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ്. 142 കോടി ജനങ്ങളില്ല. ഇത്രയും യുവാക്കളുള്ള ഒരു രാജ്യം വേറെയില്ല. പക്ഷെ അവരെ ശരിയായ മാർഗനിർദ്ദേശത്തിലൂടെ നമുക്ക് നയിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് പറയുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഈ പറയുന്ന 65% യുവാക്കളിലും 35 വയസ്സിന് താഴെ ഉള്ളവരിൽ 43% യുവാക്കൾക്കും ജോലിയില്ല.
അവരുടെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ സ്കിൽ മിസ്മാച്ചാണ്. അവർക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് വിദ്യയുണ്ട്, തൊഴിലവസരങ്ങളുണ്ട്, പക്ഷെ അവരുടെ ആത്മവിശ്വാസം കുറവാണ്. അവരുടെ കോൺഫിഡൻസ് ലെവലിനെ ഉയർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വേണ്ടത്. ഇന്ന് കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശുദ്ധ മനസ്സുള്ളവരുടെ ഒരു സംഗമമാണ് കുടുംബം. പക്ഷെ അങ്ങനെയാണ് ഇന്ന് നമ്മുടെ കുടുംബത്തെ നമ്മൾ കാണുന്നത്. ഇന്നത്തെ സാമൂഹിക പ്രതിസന്ധികൾ, ജീവിതശൈലി രോഗങ്ങൾ, മാതാപിതാക്കളെയും മുതിർന്നവരെയും അവഗണിക്കൽ, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾ, അതൊക്കെയാണ് ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം. ഇതിനൊക്കെ ഒരു പ്രതിവിധിയാണ് ഗുരുദേവൻ നമ്മൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. എപ്പോഴെങ്കിലും ഗുരുദേവന്റെ കൃതികളും ഗുരുദേവന്റെ ജീവചരിത്രവും, നിങ്ങളെല്ലാവരും കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരാണ്. ഗുരുദേവൻ 60-ൽ പരം ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നിങ്ങൾ നാട്ടിൽ പോകുന്ന സമയത്ത് ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഈ ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങളുടെ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് പോകണം. എന്താണ് ഗുരു എന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവിടെയാണ് കുടുംബ ബന്ധങ്ങൾ മുന്നോട്ട് പോകുന്നതും കുടുംബ ബന്ധങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. നമുക്ക് സമത്വം, സാഹോദര്യത്വം, ആധ്യാത്മിക പുരോഗതി, സാമൂഹിക പുരോഗതി എന്നിവ മാത്രമാണ് സുസ്ഥിരമായ സമാധാനത്തിൻ്റെ പുരോഗതിയുടെയും മാർഗം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലെ ആ 24-ാമത്തെ പദ്യം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്റെ സുഖത്തിനായി വരേണം. ശരിക്കും അവരുടെ സുഖത്തിനായി വന്നില്ലെങ്കിലും നമ്മുടെ വീട്ടുകാരുടെയെങ്കിലും സുഖത്തിനായി വരുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുക. കാരണം ഗുരുദേവന്റെ എല്ലാ ദർശനവും സന്ദേശങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണ്. പക്ഷെ ഈ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്റെ സുഖത്തിനായി വരണമെന്ന് നമ്മൾ ഓരോ മനുഷ്യരും അതിൻ്റെ ഒരു 10% നമ്മളൊന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോകത്ത് നടമാടുന്ന ഈ സംഘർഷ കലുഷിതമായ അന്തരീക്ഷത്തെ നമുക്ക് ഗുരുദേവന്റെ ഈ ദർശനത്തോടുകൂടി നമുക്ക് ഒരു പരിഹാരം നമുക്ക് കാണാൻ നമുക്ക് സാധിക്കുമെന്നാണ് എനിക്ക് പറയാൻ വരുന്നത്. ഇന്ന് ഗുരുദേവന്റെ പ്രശസ്തി ലോകം മുഴുവനും ഇങ്ങനെ പടർന്ന് കൊണ്ടിരിക്കുകയാണ്. കാര്യം ഗുരുദേവൻ സമാധിയായിട്ട് ഏകദേശം 97 വർഷമായി. 3 വർഷം കഴിയുമ്പോൾ ഗുരുദേവന്റെ സമാധിയുടെ 100-ാം വാർഷികമാണ്. ആരോ പറഞ്ഞത് ഗുരുദേവന്റെ പ്രശസ്തി 100 വർഷം കഴിയണം ലോകത്തിൻ്റെ എല്ലാവരും എത്തണമെന്നുള്ളതാണ്. പക്ഷെ നമ്മളിന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഗുരുദേവന്റെ പ്രശസ്തി ഇപ്പം വത്തിക്കാനിൽ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ വിശുദ്ധ ഫ്രാൻസിസ് തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ നടക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി. 2024 നവംബർ 30-ന് എനിക്കും ആ ചടങ്ങിൽ പങ്കെടുക്കാനും മാർപ്പാപ്പയുടെ അനുഗ്രഹം വാങ്ങിക്കാനും ഞാനും ഡോക്ടർ പ്രകാശ് ദിവാകരനും ചേർന്ന് എഴുതിയ ഹാർമണി അൺവീൽഡ് എന്ന് പറയുന്ന ആ ബുക്ക് ആ മാർപ്പാപ്പയ്ക്ക് നൽകാനും അനുഗ്രഹം വാങ്ങിക്കാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം എനിക്ക് സിദ്ധിച്ചു. കാര്യം ഈ ബുക്കിനെ കുറിച്ചിട്ട് 2 വാക്കുകളൂടെ ഞാൻ പറയാം. കാര്യം ഈ ബുക്ക് ഇന്ന് ഗുരുദേവനെ കുറിച്ചിട്ട് ധാരാളം കൃതികളുണ്ട്. കാര്യം ഇന്ന് ഗുരുദേവനെ കുറിച്ചിട്ട് ഏകദേശം 4000-ൽ പരം രചനകളാണ് ഉള്ളതെന്നാണ് ഒരു അനൗദ്യോഗിക കണക്കുകൾ. പക്ഷേ ഒരുപാട് മലയാളം കൃതികളുണ്ട്, അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുണ്ട്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാനും ഡോക്ടർ പ്രകാശ് ദിവാകരനും കൂടിയിട്ട് 2023-ലെ ഷാർജ ബുക്ക് ഫെയറിൽ ശ്രീ ഡോക്ടർ എ വി അനൂപിൻ്റെ യു-ടേൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാർജയിൽ പോവുകയാണ്. കാര്യം ഡോക്ടർ പ്രകാശ് ദിവാകരൻ അവിടെ വേറെ എന്തോ ഒരു ആവശ്യമായിട്ട് വരികയും ഞാൻ ആ ബുക്കിൻ്റെ റിലീസിങ് ബന്ധമായിട്ട് അവിടെ പോവുകയും അന്നത്തെ ISROയുടെ ചെയർമാനായിരുന്ന ഡോക്ടർ ആർ സോമദ എന്നാണ് ആ ബുക്ക് അന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റിരുന്നത്. പക്ഷെ എന്തോ സാങ്കേതിക കാരണങ്ങൾ അദ്ദേഹത്തിന് ആ യാത്ര മുടങ്ങി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ അനൂപിൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ SS ലാലും ഞാനും അന്ന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ഒരു ഡയറക്ടറായിരുന്നത് ഉണ്ണികൃഷ്ണൻ സാറും കൂടെ ചേർന്നിട്ടാണ് ഈ ബുക്ക് അന്ന് അവിടെ വെച്ച് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ലോഞ്ച് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അന്ന് ഡോക്ടർ പ്രകാശ് ദിവാകരൻ ആ ചടങ്ങിലവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ ഒരു ഡിസ്കഷനിലാണ് നമുക്ക് ഒരു ബുക്ക് ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ ലോഞ്ച് ചെയ്യണമെന്ന് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്കിൻ്റെ അടുത്ത് പറയുകയോ ചെയ്തത്.
പക്ഷെ അവിടുന്ന് ദുബൈയിൽ നിന്ന് തിരിച്ചു പോരുന്നതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഗുരുദേവനെ ലോകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു സ്ഥലം ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ ആണ്. കാര്യം ഇവിടെ 7000-ൽ പരം പ്രസാധകരാണ് അവിടെ അവരുടെ ബുക്കുകളുമായിട്ട് വരുന്നത്. ഏകദേശം 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ബുക്ക് ഫെസ്റ്റിവലിൽ വെച്ചിട്ട് ഗുരുദേവന്റെ ഒരു ബുക്ക് ഒരു ലേമാൻ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുരു എന്ന് അറിയുക, അതായിരുന്നു ഞങ്ങളുടെ ഒരു ശ്രമം. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഗുരുദേവന്റെ ജീവചരിത്രവും ഗുരുദേവന്റെ സന്ദേശങ്ങളും ദർശനവും ഗുരുദേവന്റെ ക്ഷേത്ര പ്രതിഷ്ഠകളെയൊക്കെ ഉൾപ്പെടുത്തി ഗുരുദേവന്റെ വിദ്യാഭ്യാസ വീക്ഷണത്തെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ചെറിയ ബുക്കായിരുന്നു ഞങ്ങളത് പ്ലാൻ ചെയ്തിട്ട് അവിടെ അത് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് ശിവഗിരിയിൽ നിന്ന് സച്ചിദാനന്ദ സ്വാമിയുടെ ഒരു കോൾ വരുന്നത്. നമ്മൾ വത്തിക്കാനിൽ വെച്ച് ഒരു സർവമത സമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമ്മേളനത്തിൽ എന്തുകൊണ്ടും അവിടെ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കായിരുന്നു ഇംഗ്ലീഷിലെഴുതിയ ഈ ഒരു ബുക്ക്. അപ്പം ഞാൻ സ്വാമിജിയോട് പറഞ്ഞു, ഇങ്ങനെ നമ്മൾ ആൾറെഡി ഷാർജയിൽ അത് തീരുമാനിച്ചു, അത് കുഴപ്പമില്ല, നമുക്ക് ശിവഗിരി വത്തിക്കാനിൽ വെച്ചിട്ട് നമുക്ക് മാർപ്പാപ്പയെ കൊണ്ട് അത് വീണ്ടും നമുക്ക് പ്രകാശനം ചെയ്യാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ ബുക്ക് അവിടെ പ്രകാശനം ചെയ്തത്. ഗുരുദേവന്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, അവിടെ ലണ്ടനിൽ നിന്നും ജർമ്മനിയിൽ നിന്നും മറ്റ് 15ഓളം രാജ്യങ്ങളിൽ നിന്ന് ഗുരുദേവന്റെ പ്രസ്ഥാനത്തിലേക്കും ഗുരുദേവന്റെ അനുയായികളും എത്തിച്ചേർന്ന ആ ഒരു ചടങ്ങിലാണ് ഈ ബുക്കിന് വളരെയേറെ പ്രശംസ പിടിച്ചു പറ്റാൻ സാധിച്ചു. ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് ഇന്ന് ശിവഗിരി ആശ്രമം ഓഫ് UK, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കേരളത്തിന് പുറത്ത് അമേരിക്കയിൽ ശിവഗിരിയുടെ ഒരു ആശ്രമം കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് സ്ഥാപിതമായി. ഇപ്പോൾ UK-യിലും ബെർമിംഗ്ഹാമിനടുത്തിട്ടുള്ള ഒരു സിറ്റിയിലാണ് UK ആശ്രമം, ശിവഗിരി ആശ്രമം ഓഫ് UK സ്ഥാപിതമായി. അപ്പോൾ ഏകദേശം ഒരു 6 കോടി രൂപ ചെലവാക്കിയിട്ടാണ് അവരവിടെ ഈ ഒരു ശിവഗിരി ആശ്രമം ഓഫ് UK സ്ഥാപിച്ചതും അവിടെ അതിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച സച്ചിദാനന്ദ സ്വാമികൾ അവിടെ 3 ദിവസം ദിവ്യപ്രബോധനവും ധ്യാനവും സംഘടിപ്പിച്ച് 700-ൽ പരം ഭക്തരാണ് UK-യിൽ ആ ചടങ്ങിൽ പങ്കെടുത്തത്. അപ്പോൾ ആ UK-യിലെ ഈ ശിവഗിരി ആശ്രമം ഓഫ് UK-യിലെ പ്രസിഡന്റ് ശ്രീ ബൈജു പാലക്കൽ എന്നോട് പറഞ്ഞ്, സുരേഷേട്ട, നമുക്ക് ഈ ബുക്ക് നമുക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൻ്റെ ബുക്ക് അവർക്ക് കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ കോള് വന്ന് നമുക്ക് ഈ ബുക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും കൊടുക്കുന്നതിന് അവർക്ക് അക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അംഗീകാരം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വരണം. അങ്ങനെ ജനുവരി 17, 2025 ജനുവരി 17-ന് നമ്മൾ 2 പേരും കൂടി UK-യിലെത്തി. ആദ്യം നമ്മൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഈ ബുക്ക് അവിടെ കൊടുത്ത് 1 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് അവിടുത്തെ ലൈബ്രറിയനായിരുന്ന ശ്രീ മരിയ അവർ നമുക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തന്നു. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഈ ബുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ഓൺലൈനിൻ്റെ ഈ ലിങ്കിൽ ഈ ബുക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞ് അടുത്ത ദിവസം ഈ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങായിരുന്നു. കേംബ്രിഡ്ജിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ കേംബ്രിഡ്ജ് സിറ്റിയുടെ മേയർ, അന്ന് ഭാഗ്യം കൊണ്ടൊരു മലയാളിയാണ്, അദ്ദേഹം കഴിഞ്ഞ വർഷം ശിവഗിരിയിൽ വരികയൊക്കെ ചെയ്തു. ബൈജു തെട്ടയിൽ എന്ന് പറയുന്ന അദ്ദേഹവും ഒക്കെ പങ്കെടുത്ത ആ ഒരു ചടങ്ങിൽ വെച്ചിട്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിക്കും ഈ ബുക്ക് കൈമാറാൻ സാധിച്ചു. അതിനുശേഷം മേയിൽ ഹാർമണി 2025 എന്നും പറഞ്ഞിട്ടൊരു ഓൾ റിലീജിയസ് കോൺഫറൻസ് ലണ്ടനിൽ സംഘടിപ്പിച്ചു. ആ ചടങ്ങിൽ സച്ചിദാനന്ദ സ്വാമികളും ഇവിടുന്നുള്ള പലരും പെടുന്നത്. അതൊരു ഓൾഡ് റിലീജിയസ് കോൺഫറൻസിന്റെ സെന്റിനറി സെലിബ്രേഷൻ ലണ്ടനിൽ ആണ് സംഘടിപ്പിച്ച 3 ദിവസത്തെ ചടങ്ങുകളായിരുന്നു. അതിനുശേഷം അന്നത്തെ ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്നുണ്ടായിരുന്ന MP ശ്രീ സാജൻ ജോസഫ് നമ്മുടെ ചടങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ ബ്രിട്ടീഷ് പാർലമെന്റിലേക്കും ക്ഷണിച്ചു. അവിടെ വെച്ചും ഈ ബുക്ക് ബ്രിട്ടീഷ് പാർലമെന്റിലേക്കും നമുക്ക് കൈമാറാൻ സാധിച്ചു. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഒരു നിയോഗം മാതിരിയാണ് കാണുന്നത്. കാരണം ഒരിക്കൽ പോലും ഞാൻ ഗുരുദേവനെ കുറിച്ചിട്ട് ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ബുക്ക് എഴുതുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചല്ല. അതിൻ്റെ ആ ഒരു റെലിവൻസ് ഉണ്ടായി, അത് ഇത്രത്തോളം സ്ഥലങ്ങളിൽ എത്തിക്കാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ ഗുരുദേവൻ എന്ന് പറയുന്ന ഒരു ശക്തി എൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ്. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പോലും ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. അപ്പം ഞാൻ പറയുന്നതാണ്, ഗുരു എന്ന് പറയുന്ന ഒരു ശക്തി നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല.
ആ ഒരു ശക്തിയെ നമ്മൾ കൂടെ, നമ്മൾ എപ്പോഴും നമ്മളുണ്ട്. നമ്മുടെ ഏത് ദുഃഖത്തിലും ഏത് സന്തോഷത്തിലും നമ്മൾ ഗുരുവിനെ പിന്തുടരുക. അത് ശരിക്കും ഞാനിന്ന് ശിവഗിരിയുടെ ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള എല്ലാ ശ്രീനാരായണ പ്രസ്ഥാനം, ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. പക്ഷെ ഈ ഒരു കാര്യം നമുക്ക് ഈ ഗുരുദേവനെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കണം. ഇന്ന് നമുക്ക് ഇവിടെ ഒരു പ്രതിജ്ഞ എടുക്കണം. നിങ്ങൾ ഓരോരുത്തരും അറ്റ്ലീസ്റ്റ് 10 പേർക്കെങ്കിലും, മലയാളികളല്ലാത്തവരെ ഒരു 10 പേരെങ്കിലും ഗുരുദേവനെ കുറിച്ചിട്ട് പറയുക, ഗുരുദേവനെ കുറിച്ചിട്ടുള്ള ബുക്കുകൾ കൊടുക്കുക. അപ്പോൾ ഗുരുദേവന്റെ മറാഠിയിലുള്ള ബുക്കുകളൊക്കെ ശ്രീനാരായണ മന്ദിര സമിതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും അതേമാതിരി പല സംഘടനകളും ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷിലുള്ള ബുക്കുകളുണ്ട്. നിങ്ങൾ ഗുരുവിനെ കുറിച്ചിട്ട് പറയുക. ഗുരുവിൻ്റെ എന്താണ് ഇന്നത്തെ ആനുകാലിക പ്രസക്തി. അത് ഇന്ന് ബോംബെ യൂണിവേഴ്സിറ്റിയിലെ നമ്മൾ ഗുരുദേവനെ കുറിച്ചിട്ടുള്ള പഠന വിഭാഗമുണ്ട്. അവിടെ മോഹനേട്ടനും നിർമ്മല ചേച്ചിയൊക്കെ അവിടുത്തെ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞ് പാസ്സായതാണ്. ഈ അടുത്ത സമയത്ത് ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ചടങ്ങിലും ഈ ബുക്ക് ഹാർമണി അൺമ്യൂട്ട് എനിക്ക് അവിടെ സമർപ്പിക്കാൻ സാധിച്ചു. അപ്പം ഇതേമാതിരി നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന നിങ്ങളുടെ ജീവിതത്തിലെ, നമുക്കെല്ലാവർക്കും ജീവിതത്തിൻ്റെ ഓരോരോ ബാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എത്ര നാൾ ജീവിച്ചു എന്നുള്ള അല്ല പ്രാധാന്യം, നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഫുട് പ്രിൻ്റായിട്ട് നിങ്ങളുടെ ഈ ഗുരുദേവനോടുള്ള കാര്യങ്ങൾ, അത് ലോക സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗനിർദ്ദേശമാണ്. ഇപ്പോൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എത്രയോ സ്ട്രീറ്റ് ലൈറ്റുകളുണ്ട്, ലക്ഷക്കണക്കിന് സ്ട്രീറ്റ് ലൈറ്റുകളുണ്ട്. പക്ഷേ നമ്മളുടെ ജീവിതം ആ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ആകാൻ ഒരുപക്ഷെ പറ്റത്തില്ല. പക്ഷെ ഒരു മിന്നാമിനുങ്ങിൻ്റെങ്കിലും ഒരു നുറുങ്ങ് വെട്ടമാകാൻ നമ്മുടെ ആ ജീവിതത്തിന് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ധന്യമാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നീട്ടുന്നില്ല, ഞാൻ നിർത്തുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ യുവാക്കളോട് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ശാസ്ത്രജ്ഞനായിരിക്കാം, പക്ഷേ അതിനു മുമ്പ് നിങ്ങളൊരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങളൊരു നല്ല ബിസിനസ്സുകാരനായിരിക്കുക. അതോടൊപ്പം തന്നെ ഒരു നല്ല സാമൂഹിക സേവകനുമാവുക. നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരിക്കുക. പക്ഷേ അതിനു മുമ്പ് സത്യം പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടായിരിക്കണം. മനസ്സിൻ്റെ ശുദ്ധിയാണ് മഹത്വം എന്നാണ് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രകാശം മതി ഒരു ദിനത്തിന്, പക്ഷേ ഒരു ദർശനം മതി ഒരു ജീവിതത്തിന്. അതാണ് ഗുരുദേവന്റെ ദർശനം. ഇന്ത്യ 2047 ആകുമ്പോഴത്തേക്ക് 100 വർഷം പിന്നിടുകയാണ് നമ്മുടെ സ്വാതന്ത്ര്യം നേടിയിട്ട്. എനിക്ക് നമ്മുടെ യുവജനങ്ങളോട് പറയാനുള്ള 4 കാര്യങ്ങളാണുള്ളത്. അത് ഗുരുദേവ ദർശനത്തെ മുൻനിർത്തി തന്നെയാണ്. ഒന്ന്, സ്കിൽ ഇന്ത്യ. ഇന്ന് സ്കിൽ ഇന്ത്യയാണ് ഇന്ത്യയെ ലോകത്തിൻ്റെ അതിസമ്പന്ന ശക്തിയാക്കി മാറ്റാൻ പോകുന്ന ഏറ്റവും പ്രധാന ഘടകം. അതിനു വേണ്ടിയിട്ട് ഗുരുദേവന്റെ വിദ്യാഭ്യാസ നവോത്ഥാനം, അതാണ് ശരിക്കും ഗുരുദേവന്റെ വിദ്യാഭ്യാസ നവോത്ഥാനം. ഈ സ്കിൽ ഇന്ത്യയുടെ ഭാഗമാക്കിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ ക്യാൻ ബി ദ സ്കില്ലിംഗ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. അതാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ ഒരു സ്വപ്നവും. രണ്ടാമത്തത് ഫിറ്റ് ഇന്ത്യ. ഇന്ന് ഈ നമ്മുടെ ശാരീരികവുമായ ഒരു ശുദ്ധിയുടെ ആത്മീയവും ശാരീരികവുമായ ശുദ്ധിയുടെ ഒരു സന്ദേശമാണ് ഫിറ്റ് ഇന്ത്യ. ഇന്ന് ഏറ്റവും കൂടുതൽ സൈക്കോസൊമാറ്റിക് ഡിസീസസ് ഉള്ള ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, ബാക്കിയുള്ള രോഗങ്ങൾ, വൃക്കരോഗങ്ങൾ, ഇതെല്ലാത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത രീതികളുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പം ഒരു ആരോഗ്യത്തെ നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പം നല്ലത്. അപ്പം ഗുരുദേവന്റെ ആരോഗ്യ ദർശനത്തെ നമ്മൾ ജീവിതത്തിൽ പകർത്തുക. പിന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷൻ. അപ്പം അതിനു വേണ്ടിയിട്ട് ആത്മവിശ്വാസമുള്ള പൗരന്മാരെയാണ് നമുക്ക് സൃഷ്ടിക്കേണ്ടത്. വിദ്യാഭ്യാസം മാത്രം പോരാ, അവരുടെ കോൺഫിഡൻസ് ലെവൽ നമുക്ക് ഉയർത്താൻ വേണ്ടിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞത് സൈക്കോസൊമാറ്റിക് ഡിസീസസിലെയും മാരിലേക്കാണ് കുട്ടികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, സൂയിസൈഡ് മെന്റാലിറ്റിയും ബാക്കിയുള്ളതൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് സ്റ്റാർട്ടപ്പ് മിഷനെ മാറ്റാൻ വേണ്ടിയിട്ട് ഗുരുദേവന്റെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുക. ഗുരുദേവൻ വ്യവസായം കൊണ്ട് അഭിവൃദ്ധി നേടാൻ പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് അത് ജീവിതത്തിൽ പകർത്തിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഒരു മാനുഫാക്ചറിങ് ഹബ്ബായി മാറാൻ ഇന്ത്യക്ക് തീർച്ചയായിട്ടും സാധിക്കും. പിന്നെ 1 വേൾഡ് 1 ഫാമിലി. ഇന്ന് നമ്മൾ G20 ആപ്തവാക്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 1 ഗ്രിഡ് 1 സൺ 1 ഫാമിലി.
നമ്മുടെ വസുദൈവ കുടുംബം, ഉപനിഷത്തുകളിൽ നമ്മൾ പറഞ്ഞ വസുദൈവ കുടുംബകം, അതാണ് ശരിക്കും ഗുരുദേവൻ ഉദ്ബോധനം ചെയ്തത്. വൺ വേൾഡ് വൺ ഫാമിലി, നാം മനുഷ്യരെല്ലാം ഒന്നാണെന്നുള്ള ചിന്താഗതി അത് നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് തന്നെ ഒരു ഗുരുദേവ ദർശനം ഓരോ പൗരനും അത് ലോകത്തിൻ്റെ എല്ലാ കോണിലും എത്തിക്കാനുള്ള ശ്രമം തുടരണം. ഞാൻ അവസാനിപ്പിക്കുന്നു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാമിത് എന്ന് 1888 ശിവരാത്രി നാളിൽ ശിവപ്രതിഷ്ഠയോടുകൂടി ഗുരുദേവൻ ഉദ്ബോധിപ്പിച്ചത് ഇന്നും നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കും. നമുക്ക് ആ സന്ദേശം നമ്മുടെ ജീവിത സന്ദേശമായിട്ട് നമുക്ക് കൊണ്ടുപോകാം. നമുക്ക് ആ ദർശനം വരും തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനും ഒരു നല്ല നാളേക്കായി നമുക്ക് പ്രാർത്ഥിക്കാനും ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദയവായി ക്ഷമിക്കുക നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുരുദേവ ജയന്തി ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.